വെൽക്കം ബാക്ക്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ വീട്ടിലുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാൻ പോവുകയാണ്. കുറച്ച് ജോലികളൊക്കെ നമ്മൾ ഉമ്മാക്കും ഉമ്മിമാക്കൊക്കെ ഒന്ന് റെസ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുമെന്ന്. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇത് നമ്മൾ കിടക്കുന്ന ബെഡാണ്. നമുക്കിത് വൃത്തിയാക്കാം ആദ്യം. ഞാൻ ആദ്യം ബെഡ് വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് വല്ലതും പോയി കഴിക്കാം, എന്നിട്ട് ബാക്കി ചെയ്യാം. പല പപ്പടവുക ഇഷ്ടമല്ല. ഗൈസ്, ആദ്യം നമ്മൾ പാത്രം കഴുകാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ അപ്പൊ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ എന്തായാലും പെര വൃത്തിയാക്കി. രണ്ടും കൂടെ റൂമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ആ സമയം കൂടെ ഞാൻ ഇവിടുത്തെ പാത്രമൊക്കെ കഴുകി. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആരെങ്കിലും അവിടെ മുറ്റം തൂക്കാൻ ഇഷ്ടം? അപ്പോൾ ഇവ മുറ്റം തൂക്കട്ടെ, ഇവ അകം തൂക്കട്ടെ. പിന്നെ ഞാൻ ഇവിടെ അടുക്കളയിൽ ചോറുണ്ടാക്കാൻ വേണ്ടി വെള്ളം ഇടാം. ഗൈസ് നമുക്ക് കലം എടുത്തിട്ട് അത് വെള്ളം വെക്കാം. സ്കൂളിൽ നമ്മള് കഴിഞ്ഞ വർഷത്തെ കുറെ ബുക്കൊക്കെ നമ്മളെ ഞാൻ ഇല്ലാതാക്കും കുത്തി കുത്തി. ഇപ്പോൾ ഗൈസ് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അടുപ്പിൽ, അതവിടെ തിളക്കട്ടെ. അപ്പം ഇന്ന് ഉപ്പ ബീഫ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതാണ് കറി. അപ്പോൾ നമുക്ക് അത് പാത്രത്തിലോട്ടാക്കാം. അപ്പോൾ നമുക്ക് കറി വെക്കാൻ വേണ്ടിയിട്ട് സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ എടുക്കാം. കളി മതിയോ ഗൈസ്? പച്ചമുളക് ഇവിടെ പിടിച്ചതാ. ഇത്രയാണ്. പോയി ഇഞ്ചി മേടിച്ചോണ്ട് പോവാ. വേറെ വിച്ചാത്തി കണ്ണെരിയും. വെള്ളം അവിടെ തിളയ്ക്കുന്നുണ്ടറിയാം. നമുക്ക് അരിയൊക്കെ ഇടണം. കണ്ണെരിയുന്നു. ഒരാൾ പിണങ്ങി പോയിട്ടുണ്ട്, ഒരാൾ ചെയ്ത് കുഴഞ്ഞ്.
ഞാൻ മാത്രം നല്ലപോലെ ചെയ്യുക. ഒരാൾ ഇഞ്ചി വാങ്ങിക്കാൻ പോയേക്കുക, പിന്നെ ഒരാൾ പിണങ്ങിപ്പോയി. കണ്ണങ്ങ് നീറുന്നു. 10 നാഴി അരി വേണോ? ഡിപ്രഷന് കരയും, ഭയങ്കര സങ്കടം. എന്നിട്ട് ഇങ്ങനെ അങ്ങനെയാണോ? ഞാൻ ഇതരിഞ്ഞ നാളെയാവും ഇങ്ങനെയൊക്കെ. ഇങ്ങനെയാണോ? പക്ഷെ അത് ചെറുതാവുന്നു. ആത്മാർത്ഥമായിട്ട് ഇന്നാ ഞാൻ ഇങ്ങനെ ജോലി ചെയ്യുന്നു. ആ ഇപ്പൊ കൈയോടെ അതിനിടെ പോയേനെ. ഒന്നും അറിയത്തില്ല, പക്ഷെ ചെയ്യാൻ വയ്യ. ഉറങ്ങണം എപ്പോഴും. എന്തുവാ ഗൈസ്, ഈ എൻ്റെ ഉമ്മ വീഡിയോയുടെ ഇടെ വന്ന് നടിച്ചിരിക്കുന്നത്, എന്നാൽ വീഡിയോയുടെ മുമ്പിൽ വരുത്തതും ഇല്ല. നമ്മളൊരു ഷോട്ട് ഇട്ടായിരുന്നു, കണ്ടായിരുന്നോ? എൻ്റെ മമ്മിയുടെ കലാവിരുതുകൾ മുളക് പിച്ചാൻ പോകുന്ന വീഡിയോ. ഞാൻ ഉറക്കത്തിൽ എണീറ്റപ്പോൾ ഒരാൾ മുളക് പിച്ചാൻ പോയ വീഡിയോ പോസ്റ്റ്. ന്യൂ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ ആണ് എന്ന് പറയണമെന്ന്. ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറാണ് എൻ്റെ ഉമ്മയുടെ മുളക് പിച്ചുന്ന വീഡിയോ എടുത്ത് കൊടുത്തത്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം എൻ്റെ മാമിയെ. എന്തെങ്കിലും ഫോട്ടോ എടുക്കാൻ വിളിച്ചാൽ വരുന്നതായിരിക്കും. പക്ഷേ ഫോട്ടോ എടുക്കാൻ വന്നാലും ഫോട്ടോഗ്രാഫേഴ്സ് ഒരു മേടിക്കാത്ത തുക നമ്മൾ മേടിക്കും. പക്ഷേ ഇത് കെട്ടിക്കൊണ്ട് വന്ന വീട്ടിൽ എങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന? കെട്ടിക്കും. 18 വയസ്സിൽ കല്യാണം. കൊണ്ടത് കാണിച്ചേ മാമി, ഊതി കാറ്റടിപ്പിക്കുകയാണ്. അല്ലാതെ കാറ്റ് കൊണ്ട് അത് ആടുന്നൊന്നുമല്ല. മാമി ഊതി കാറ്റടിപ്പിച്ചു. എൻ്റെ മദർ ഇൻ ലോ എന്ന് പറഞ്ഞ കെട്ടിയോൻ്റെ തള്ളേന്ന്. ഗൈസ്, എൻ്റെ ഗ്രാൻഡ് മദർ ആണ്. ഞാൻ നിങ്ങൾ വന്നിട്ട് ചെയ്യുന്നത് പയ്യ. ശരത്ത് കാണട്ടെ ചെയ്യുന്നു. അത്ഭുതം. ഞാൻ ഇറച്ചിക്കറി ഉണ്ടാക്കട്ടെ. ഇറച്ചിക്കറി അറിയാവോ? ഇനി ചോറൊക്കെ കൊറേ ചോറ് വരും. കൈ വെളുക്കൂതി കൈയിട്ട്. ഞങ്ങൾ അറിയില്ല ചെറുതട്ട വരുന്നത്. ചെറുതട്ട വന്നു. അപ്പോൾ കുറച്ച് ബിസിയാണ്. എനിക്ക് പനി ആയതുകൊണ്ടാ ഇങ്ങനെ. അത് രാത്രി ഒരു പൊടി ഞാൻ ഉറങ്ങി. എത്ര പനിയായി. അപ്പോൾ കറി വെക്കുന്നതൊക്കെ ഉമ്മാണ്. ഞാൻ അരി കഴിയുമ്പോൾ നല്ല സുഖം. ഐസ് എരിയുന്നു. പിണക്കൊക്കെ മാറി കേട്ടാ. കൈ വെള്ളം നിറച്ച എനിക്കറിയത്തില്ല. കൈ വെള്ളം താങ്ങുന്നു.
നിങ്ങളുടെ കൂട്ടുകാരൻ്റെ പേരെന്തുവാ? അറിയത്തില്ലേ? ഉണ്ടോ? പേരെന്തുവാ? അബുവാ. അബുവാണ് അതിനുൻ്റെ കൂട്ടുകാരൻ. ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്ര സഹായിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ്. എല്ലാ ദിവസങ്ങളിലൊക്കെ ട്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ സഹായിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയല്ലേ? അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ.